ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന UP എക്സാമിൻ്റെ GK ഭാഗങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്കറിയാം, ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നു. LP GK ഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം എത്തുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസസ് റിലേറ്റഡ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്നാണ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത്. ഒന്ന് ആൻസറായിട്ട് വരുന്നത് D ആണ്. ആൻസർ D ആണ്. D എന്താണ്? 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 15 ഷെഡ്യൂൾസ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് 395 ആർട്ടിക്കിളാണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിളാണ്. പക്ഷേ ഷെഡ്യൂൾ എത്ര ഷെഡ്യൂളാണ്? 8 ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ് അവിടെ തെറ്റ് വന്നത്. 15 ഷെഡ്യൂളല്ല, 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, 22 പാർട്ടുമാണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 25 പാർട്ടുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രസൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഇതിനോടൊപ്പം നോക്കാം. പ്രസൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ 448 ആർട്ടിക്കിളാണ്. 448 ആർട്ടിക്കിളും 12 ഷെഡ്യൂളും, 8 എന്നുള്ളത് 12 ഷെഡ്യൂളും 25 പാർട്ടുമാണുള്ളത്. അത് ഇതിനോടൊപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസറായി വരുന്നത് 2ഉം 3ഉമാണ്. എന്താണ് രണ്ടാമത്തെ ഓപ്ഷന്? ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഹെൽഡ് ഓൺ December 9, 1946. 1946 ഡിസംബർ 9 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിൻ്റെ മീറ്റിംഗ് നടന്നത് എന്നതാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഈ മൂന്നാമത്തെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഹെൽഡ് 11 സെഷൻ. മൊത്തം 11 സെഷൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നതാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ എല്ലാ ചോദ്യപേപ്പറിലും പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലുണ്ടായിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തിന് ഉത്തരമായി വരുന്നത് C ആണ്. ഇതൊക്കെ നമ്മൾ ഒന്ന് കേട്ട് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. C ആണ്. ആൾ ഓഫ് ദി അബോവ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈസ് ഫെഡറൽ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറലാണ്. അപ്പോൾ ഫെഡറൽ എന്ന് പറഞ്ഞാൽ അധികാരം, പവർ ഡിവൈഡ് ചെയ്യുക ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനും അധികാരമുണ്ട്, സെൻട്രലിനും അധികാരമുണ്ട്. അങ്ങനെ ഉള്ള സിസ്റ്റത്തിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറലാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഫെഡറലാണ്, സ്ട്രോങ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണ്. ഫെഡറൽ എന്താണെന്ന് മനസ്സിലായ ആളുകൾക്ക് ഇത് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഇനി രണ്ടാമത്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്. നമുക്കറിയാം, സാർവത്രിക വോട്ടവകാശം അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ സിമ്പിൾ പ്രസ്താവനയാണ്. അതിൻ്റെ ആർട്ടിക്കിളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 326 വോട്ടവകാശത്തിനെ കുറിച്ച് പറയുന്ന യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഓക്കെ, പ്രായപൂർത്തി വോട്ടവകാശത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 326, 326. ഇനി മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കൊക്കെ അറിയാം. ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്കറിയാം, പാർട്ട് 3 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. നമുക്കറിയാം, 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫാദറായി അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. വളരെ സിമ്പിളായിട്ട് ഓർമ്മ വരുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുക എന്നുള്ളതാണ്. അത് കടമെടുത്തത് നമുക്കറിയാം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. പിന്നെ
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇടക്കിടക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ. കോടതിയിൽ വിചാരണ ചെയ്യാൻ പറ്റും, ജസ്റ്റിസബിൾ ആണെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഇത്തരം ചോദ്യങ്ങൾ അൺജസ്റ്റിസബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ജസ്റ്റിസബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ. പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾ, 6 മൗലിക അവകാശങ്ങൾ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിനോട് കൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കി വെക്കുക, ഒന്ന് ഓർമ്മയുള്ളവർ ഓർത്തെടുക്കുക എന്ന് മാത്രം. നമുക്കറിയാം ആദ്യത്തെ 14 to 18 നമ്മുടെ മൗലികാവകാശങ്ങൾ. ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. 14 to 18 ഈക്വാലിറ്റി. 19 to 22 റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എന്നാൽ 23 to 24 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശമാണ്. എന്നാൽ നാലാമത്തത് 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എന്നാൽ അഞ്ചാമത്തത് 29-30 അത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് 29-30 പറയുന്നത്. ഇനി അവസാനത്തെ 6-ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ. ഇതിൽ തന്നെ 6 ഫ്രീഡംസ് ഉണ്ട്. ആർട്ടിക്കിൾ 19 തന്നെ 6 ഫ്രീഡംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടൊരു കോഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചാൽ മതി. സാം RP എന്ന് ആലോചിച്ചാൽ മതി. സാം SAMRP 6 നമ്മുടെ ആർട്ടിക്കിൾ 19 കീഴിലുള്ള 6 ഫ്രീഡംസ് ഏതൊക്കെയാണ്? ഒന്ന് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)A ആർട്ടിക്കിൾ 19 1A പറയുന്നത് എന്താണ്? സ്പീച്ചാണ്, ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. അപ്പോൾ സാം എന്നുള്ളതിൽ സ്പീച്ച്, എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോവാം, അസംബിള്, സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി എവിടെയും സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്തെ പറയുന്നത് അസോസിയേഷനാണ്, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത്തെ മൂവ്മെൻ്റ് ആണ്, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നുണ്ട് ഓരോ വ്യക്തിക്കും. അതുപോലെ തന്നെ റിസൈഡ് ആണ് 6 എന്നുള്ളത്. 19(1)E റിസൈഡ്, 6 റിസൈഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള അവകാശം. പിന്നെ P ആണ് പ്രാക്ടീസ് എനി പ്രൊഫഷൻ, P അതായത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തു എന്ന് മാത്രം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൻ്റെ ആൻസറായി വരുന്നത് 3ൻ്റെ ആൻസർ A ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1-3 ആണ്. അതായത് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ഓഫ് ഇൻ്ററിം ഗവൺമെൻറ്, ഒരു ഇടക്കാല ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 2-1 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നമുക്കറിയാം ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഓൾഡസ്റ്റ് മെമ്പർ ആയിരുന്നു സച്ചിദാനന്ദ സിൻഹ. ഇനി മൂന്നാമത്തത് 4 ആണ്. ഡോക്ടർ അംബേദ്കർ നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അംബേദ്കർ. അതുപോലെ തന്നെ 4ാമത്തെ വരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മനസ്സിലാക്കിയാൽ കിട്ടാവുന്നൊരു ഉത്തരമാണ് അത്. 4ാമത്തെ ചോദ്യം നോക്കൂ. 4ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് സ്റ്റേറ്റ്സ്? സ്റ്റേറ്റിനെ കുറിച്ചുള്ള കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് വളരെ മനസ്സിലാക്കി വെക്കേണ്ട ചോദ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. 4 C ആണ് അതിൻ്റെ ഉത്തരം. C എന്ന് പറഞ്ഞാൽ only 1 and 3 1ഉം 3ഉമാണ് അതിൽ ശരിയായിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 ദ ഗവർണർ ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഇൻ സ്റ്റേറ്റ്. സംസ്ഥാന ഭരണഘടന തലവനായിട്ട്, ഒരു സ്റ്റേറ്റിൻ്റെ തലവനായിട്ട് ഉള്ളത് ഗവർണറാണ് എന്നാണ് പറയുന്നത്. വളരെ ശരിയായ പ്രസ്താവനയാണ്. അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 153. 153 ആണ്. 153 ആണ്. ആർട്ടിക്കിൾ 153 പറയുന്നത്
സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ്, ഗവർണർ എന്നതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പ്രസിഡന്റിന്റെ ഭരണം ഇമ്പോസ് ചെയ്യുന്നതെന്നാണ്. രാഷ്ട്രപതി ഭരണത്തിനെ കുറിച്ച് അത് തെറ്റായ പ്രസ്താവനയാണ്. രാഷ്ട്രപതി ഭരണത്തെ കുറിച്ചൊക്കെയുള്ള ആർട്ടിക്കിൾ ഏതാണ്? 356, 356 നമ്മൾ പഠിച്ചതാണ്. 356 രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ അത് തെറ്റാണ്. എന്നാൽ ഇതിലുള്ള 368 ആർട്ടിക്കിൾ ഏതാണ്? ഇതിലുള്ള 368 ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. 368 അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. 368 പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി വരുത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരമാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 368. നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 153, 356, 368 ഈ 3 ആർട്ടിക്കിളും ഇതിനോട് അനുബന്ധിച്ചൊന്ന് പഠിച്ചു വെക്കാം. ഇനി മൂന്നാമത്തത്, സ്റ്റേറ്റ്സ് ഹാവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ലെജിസ്ലേറ്റ് ഓൺ ഐറ്റംസ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് ഇനങ്ങളിൽ സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിൽ വേർ നോട്ട് പാസ്ഡ് ഇൻ ദി ഇയർ 2005? 2005 ഏത് ബില്ലാണ് താഴെ പറയുന്നത് ഏത് ബില്ലാണ് 2005 പാസ്സാക്കാതിരുന്നത് എന്നതാണ്. നമുക്കറിയാം ഈ ചോദ്യത്തിൽ ഇതേ ചോദ്യം LPയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതായത് തൊഴിലുറപ്പ് പദ്ധതി, അതിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ആൾക്കാർ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ട ആൾക്കാർ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യവുമാണ്. അപ്പോൾ അഞ്ചാമത്തിൻ്റെ ആൻസറായി വരുന്നത് ഡി ആണ്. 3 റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് നാഷണൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്കറിയാം 2005 അതുപോലെ തന്നെ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്റ്റും 2005 എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് 2009 ഓക്കെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് വരുന്നത് 2009 എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ട്രാവൻകൂർ? ട്രാവൻകൂറിനെ കുറിച്ച് ഉള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് only 1 ആണ്. 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, ബാക്കി 2 തെറ്റാണ്. നമുക്കൊന്ന് വിലയിരുത്താം. ദ പെപ്പർ മോണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് അബോളിഷ്ഡ് ഇൻ 1860. 1860 ട്രാവൻകൂറിലെ കുരുമുളകിൻ്റെ മോണോപ്പൊളി കുത്തക അത് അബോളിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. അന്നുണ്ടായിരുന്ന ആയില്യം തിരുനാളായിരുന്നു. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1860 മുതൽ 1880 വരെ കാലഘട്ടമാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ടൊബാക്കോ മോണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് അബോളിഷ്ഡ് 1865 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് 65 അല്ല, 1863 ടൊബാക്കോ മോണോപ്പൊളി അബോളിഷ് ചെയ്ത് നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. ടാപ്പിയോക്ക വാസ് പോപ്പുലറൈസ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിങ് ദ ടൈം ഓഫ് സ്വാതി തിരുനാൾ. ഇവിടെയാണ് അതിൻ്റെ തെറ്റ് വന്നിട്ടുള്ളത്. ടാപ്പിയോക്ക പോപ്പുലറൈസ് ചെയ്തത് ട്രാവൻകൂർ ഭരണാധികാരിയായ വിശാഖ തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഏക ചോദ്യമാണ് ടാപ്പിയോക്ക പോപ്പുലറൈസ് ചെയ്തെന്നുള്ളത്. വിശാഖ തിരുനാളിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയാണ്. 1885. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ടാപ്പിയോക്ക പോപ്പുലറൈസ് ചെയ്തത് ആരുടെ കാലഘട്ടത്തിലാണ്? വിശാഖ തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്നത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് മിഷണറീസ് ആർ LMS മിഷണറീസ്? നമുക്കറിയാം ലണ്ടൻ മിഷണറി സൊസൈറ്റി റിനൈസൻസിൻ്റെ ഭാഗമായി വന്ന ചോദ്യമാണ് LMS. അപ്പോൾ അതുമായി പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്. എല്ലാ ആളുകളും. ഓപ്ഷൻ C ആണ്, ആൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു പോവാം.
LMS സ്ഥാപിക്കുന്നത് 1806-ലാണ്. 1806-ലാണ് റിങ്കിൾ ടോപ്പ്, അവിടെ WT റിങ്കിൾ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് LMS സ്ഥാപിച്ചിട്ടുള്ളത്. അവരുടെ മെയിൻ ഫോക്കസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഒപ്രസ്ഡ് ക്ലാസ്സിൻ്റെ സോഷ്യൽ റിഫോമുമായിരുന്നു മെയിനായിട്ട് അവരുടെ ഫോക്കസ് എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിനെ തുടർന്ന് വന്ന റിങ്കിൾ ടോപ്പിൻ്റെ ശേഷം വന്ന ആളാണ് ചാൾസ് മെഡ്. ഇവിടെ സെക്കൻഡ് ഓപ്ഷനായിട്ട് ചാൾസ് മെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാൾസ് മെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാളും ഒരുപാട് സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ജോഹന്ന മെഡും ചാൾസ് മെഡും. അതുപോലെ തന്നെ ഈ ചാൾസ് മെഡിൻ്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് GH ആസ്റ്റൺ എന്ന വ്യക്തിയും ഈ LMS മായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആളുകളാണ്.